പ്രിയപ്പെട്ടവരെ, ഇന്ന് എൻ്റെ ഉച്ചക്കലത്തെ ഒരു കറിയാണ് ഈ മഷ്റൂം സ്റ്റൂ വെക്കുന്നത്. ചോറിൻ്റെ കൂടെ ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാം കൊള്ളാം. ഇന്ന് ഞാൻ ഉച്ചക്കലത്തേക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, ചോറിന് വേണ്ടിയിട്ട്. ഇത് ഞാൻ ഇവിടെ മോറിൽ നിന്നും വാങ്ങിച്ചതാണ്. ഞാൻ എപ്പോഴും ഇവിടെ മഷ്റൂം ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ തവണ എനിക്കതിൻ്റെ വിത്ത് കിട്ടിയില്ല. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ മഷ്റൂം ആദ്യം നന്നായിട്ട് വൃത്തിയാക്കിയെടുക്കണം. വൃത്തിയാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പൊളിച്ച് ഈ വാങ്ങിക്കുന്ന മഷ്റൂമിൽ ഏറ്റവും നല്ലത് ഇത് ബട്ടർ മഷ്റൂം എന്ന് പറയും. ഇങ്ങനെയുള്ള ഇതാണ് ഏറ്റവും ടേസ്റ്റായിട്ടുള്ളത്. ഇതിനേക്കാൾ ടേസ്റ്റാണ് നമ്മൾ തന്നെ ചെയ്തെടുക്കുന്ന കൂണിന്. ഞാനിതെല്ലാം ചെയ്തിട്ടുണ്ട് നേരത്തെ. എല്ലാം സ്റ്റൂവും വെച്ച് തോരനും വെച്ച് മെഴുക്കുവരട്ടി വെക്കാം. എല്ലാത്തിനും നല്ലതാണ്, നല്ല പ്രോട്ടീനുമാണ്. പിന്നെ ഇതിന് വേണ്ട സാധനം, മഷ്റൂമിന് വേണ്ടത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി വേണം, 3 പച്ചമുളക്, ഒരു സവാള. ഇത് നട്ട്സ് അരച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് കാശ്മീരി മുളക് പൊടി. ഇത് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ 1-ാം പാലും 2-ാം പാലും ഉണ്ട്. അതുപോലെ തന്നെ പെരിഞ്ജീരകമുണ്ട്. പിന്നെ ഗരം മസാലയും ചേർക്കണം. അത് രണ്ടും ഞാൻ പൊടിച്ച് ആ ടിന്നിനകത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. അതാണ് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാഞ്ഞത്. നന്നായിട്ട് ഞാനൊരു 2-3 തവണ കഴുകി. കൂണൊന്നും ഒത്തിരി കഴുകിക്കൂടാന്നാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ കഴുകി. ഇത് ഈ കൂണൊക്കെ നല്ല കൂണാണ്. മറ്റേ നമ്മൾ പറമ്പിൽ നിന്നൊക്കെ പറിച്ചുകൊണ്ട് വരുന്നതാണെങ്കിൽ മഞ്ഞളിലൊക്കെ കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ. ഇപ്പോൾ ഇത് മതി. ഒരു പാൻ അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് ഒരു 1.5 എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു സവാളയെ എടുത്തിട്ടുള്ളൂ കേട്ടോ, 200 ഗ്രാം. അപ്പോൾ നമുക്ക് ഈ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴരുമ്പോഴത്തേന് നമുക്ക് ഈ നമ്മുടെ ടൊമാറ്റോ ഒന്ന് അരച്ചെടുക്കാം. അതാ എളുപ്പമുള്ളത്. ആയിട്ടിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നേരെ എളുപ്പമുണ്ട്. ഇത് കണ്ടില്ലേ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇതാണ് നല്ലപോലെ ഒന്ന് മൂക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ്. ഞാൻ 2 സ്പൂൺ എടുത്തു, 1 സ്പൂൺ മതി. ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, സ്വല്പം കുരുമുളക് പൊടി. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഈ തക്കാളി നന്നായിട്ട് വഴന്ന് വരണം, എന്നാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരികയുള്ളൂ. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഗരം മസാല, സ്വല്പം ഗരം മസാല ഇട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർക്കണം. പെരിഞ്ജീരകം അതൊക്കെ കുറച്ച് മതി. നമ്മൾ എടുത്തിരിക്കുന്ന 200 ഗ്രാം മഷ്റൂമാണ്. പാത്രം ഇച്ചിരി ഇളക്കാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ പാത്രം എടുത്തത്. നമ്മുടെ കൂണങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കൂണങ്ങോട്ട് നന്നായിട്ട് വഴന്ന് വരട്ടെ. കൂണിനകത്ത് ഈ മസാലയെല്ലാം കൂടെ കിടന്ന് നല്ല പോലെ അങ്ങോട്ട് പിടിക്കട്ടെ. നല്ല പോലെ ഇളക്കി അങ്ങോട്ട് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു ഗുണമൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ ഇത് വേകാൻ വേണ്ടിയിട്ട് ഇത് 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ 2-ാം പാലിൽ കിടന്ന് വേണം നമ്മുടെ മഷ്റൂം വേകാൻ. അന്നേരം നമുക്ക് വേണേ ഉപ്പുണ്ടോ എരിവാണോ എന്നൊക്കെ ഒന്ന് നോക്കുകയും ചെയ്യാം. ഇനി ഇത് അടച്ച് ഒരു 10 മിനിറ്റ് വേകണം. അപ്പം നമ്മുടെ മസാലയും എല്ലാം കൂടെ എടുത്തിട്ട് ഇതിനകത്ത് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കട്ടെ. എല്ലാം കറക്റ്റാണ്. ഇനി നമ്മളിത് അടച്ച് വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഇത് വേകട്ടെ. ഒത്തിരി തീയിലൊന്നും വേവിക്കണ്ട, പതുക്കെ ഇത് അടച്ച് വെക്കാം. കറി നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേനും ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക.
ഇനി ഒരു 5 മിനിറ്റ് കൂടെ കിടക്കട്ടെ. അപ്പോൾ നമുക്കിത് നോക്കാം. ഒന്നാം പാലിലെ നല്ല പോലെ ഇത് അങ്ങോട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ ഒന്നാം പാൽ ഇതാണ്. ഒന്നാം പാലിലോട്ട് ഈ നട്ട്സ് അരച്ചത് അങ്ങോട്ട് ചേർക്കാം. ഞാനൊരു 14 നട്ട്സ് എടുത്ത് അരച്ചതാണേ. അത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പം തന്നെ നമുക്ക് പിന്നെ അത് തിളപ്പിക്കരുത്, നിർത്തണം. ആണ് നമ്മുടെ നട്ട്സും ഒന്നാം പാലും കൂടാണ്. ചെറുതീയിലൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് നമുക്ക് നിർത്താം. കൊണ്ടുവന്ന് നോക്കട്ടെ. കൂൺ കറി, നമ്മുടെ മഷ്റൂം സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഉച്ചക്കലത്തേക്ക് ഞാൻ ചോറിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാലും ചപ്പാത്തിക്കും അപ്പം, ചപ്പാത്തി എല്ലാത്തിനും സൂപ്പറാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം. ബൈ ബൈ.